നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള പീഡന പരാതി, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന് നിർണായകമായ മറുപടി. തൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും പീഡിപ്പിക്കാൻ ചെന്നാൽ പീഡിപ്പിക്കാൻ നിന്നു കൊടുക്കുന്നവരല്ല കേരളത്തിലെ വനിതകളെ അത്തരത്തിൽ വില കുറച്ച് കാണരുത് എന്നായിരുന്നു ഷാഫിയുടെ മറുപടി. പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലറാണ് പ്രക്ഷോഭിന്റെ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇത്തരത്തിലൊരു മറുപടി ഷാഫി പറമ്പിൽ നൽകിയത്. അതായത് തൻ്റെ പേര് ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ പെണ്ണുങ്ങൾ നിന്നു കൊടുക്കുന്നില്ല അത്തരം തരംതാഴ്ന്നവരല്ല നമ്മുടെ സ്ത്രീകൾ എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ മറുപടി നൽകിയത്. കൂടുതൽ പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഷാഫി പറമ്പിലിന്റെ അടുത്ത അനുയായിയായിരുന്ന പ്രക്ഷോഭ് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അഴിമതി നടത്താൻ ഷാഫി പറമ്പിൽ തനിക്ക് പ്രേരണ നൽകി, എന്നാൽ തനിക്കതിൽ താല്പര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ശബ്ദരേഖയിലുള്ളത്. വിഷയത്തിൽ ഷാഫിയുടെ നിലപാട് മാധ്യമങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് ഷാഫി തയ്യാറായില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത്. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ നൽകിയ മറുപടി അത് കുറിക്കൊള്ളുന്ന മറുപടി തന്നെയായിരുന്നു. അതേസമയം പണം കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ലെന്ന് വടകര എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട്ടെ ജനങ്ങൾ BJPയും അവരുടെ പൈസയും തള്ളിക്കളയും. BJP പരാജയം സമ്മതിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാറാത്തതിനി മാറുമെന്ന് പറഞ്ഞത് ഇതാണ്. രേഖാമൂലം പരാതി നൽകും. ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വന്ന് പ്രചാരണം നടത്തിയിടത്തും BJPക്ക് പണം നൽകേണ്ടി വരുന്നു. സ്ഥാനാർത്ഥി തന്നെ ഇത് നടപ്പാക്കിയത് ഗൗരവമേറിയ കാര്യമാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ജനങ്ങൾക്കും ജനാധിപത്യത്തിനും പുല്ലുവില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടിയിൽ വന്നാണ് സ്ഥാനാർത്ഥി തന്നെ വോട്ടർമാർക്ക് പണം നൽകിയത്. ഇതുകൊണ്ട് പാലക്കാടിനെ പിടിക്കാനാവുമെന്ന് കരുതുന്നത് വ്യാമോഹമാണ്. നേരായ മാർഗത്തിലൂടെ ജയിക്കാൻ കഴിയില്ല എന്നത് BJP അംഗീകരിക്കുകയാണ്. പാലക്കാട് മാറില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 5 അക്ക ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പിഷാരടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ആക്രമിക്കുന്നതും അദ്ദേഹം ജയിക്കുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നതുകൊണ്ടാണ്. പിഷാരടി ഒരു മതേതര നിലപാടുള്ള സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തിലെത്തിയെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. വോട്ടർമാർക്ക് പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വസ്തുതകളെ അംഗീകരിക്കാതെ ന്യായീകരിക്കുകയാണെന്നും ഷാഫി പറമ്പിലിന്റെ ആരോപണം. ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വസ്തുതകളെ അംഗീകരിക്കാതെ ന്യായീകരിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ ആക്രോശിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ല. വസ്തുതകൾ ജനമധ്യത്തിൽ എത്തുമ്പോൾ പരിഭ്രാന്തരായി മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ്. ഇത്തരം പ്രസ്താവനകളും പെരുമാറ്റങ്ങളും കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായി വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമൊഴുക്കുന്നത് വ്യക്തമായ തെളിവുകളോടെയാണ് പുറത്തു വന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് പകരം അനാവശ്യമായ നിഴൽ യുദ്ധം നടത്തി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. മാധ്യമങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്നത് അവരുടെ വ്യാമോഹം മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ജനവിധി അട്ടിമറിക്കാൻ പണം ഒഴുക്കുന്നവർക്ക് വോട്ടർമാർ തന്നെ തക്കതായ മറുപടി നൽകും. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പുറത്താക്കിയ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭ് C. വത്സനുമായി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിലും യാതൊരു വസ്തുതയുമില്ല എന്നാണ് ഷാഫിയുടെ നിലപാട്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് തൻ്റെ പേര് വലിച്ചിഴയ്ക്കുകയാണ്. എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രക്ഷോഭ് വത്സനെതിരെ അന്വേഷണം ഊർജിതമാണ്. കേസിലെ അതിജീവിതയുടെ രഹസ്യമൊഴി പാലക്കാട് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് കോടതി നടപടി സ്വീകരിച്ചത്. ഇതോടെ പ്രതിക്കെതിരെയുള്ള നിയമക്കുരുക്ക് മുറുകുകയാണ്. പ്രക്ഷോഭിനെതിരായ തെളിവ് ശേഖരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഡിജിറ്റൽ തെളിവുകളാണ് പോലീസ് ശേഖരിക്കുന്നത്. ഫോൺ രേഖകൾ, സന്ദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ബലാത്സംഗം, SC/ST, പീഡന നിരോധന നിയമം എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതോടെ പ്രക്ഷോഭ് ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രതി കേരളം വിട്ടതായാണ് സൂചന. മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പ്രക്ഷോഭ് ഒളിവിൽ കഴിയുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം പാലക്കാട് സ്വദേശിയായ ദളിത് യുവതി മുഖ്യമന്ത്രിക്ക് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയത്. ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ തുടങ്ങിയ ഉന്നത നേതാക്കളുമായുള്ള തന്റെ അടുത്ത ബന്ധം പറഞ്ഞ് പ്രക്ഷോഭ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. സംഭവം രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്കാണ് പാലക്കാട് വഴി തുറന്നിരിക്കുന്നത്. പ്രക്ഷോഭിന് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ഉയർത്തിക്കാട്ടി CPM ശക്തമായ പ്രചാരണം നടത്തുന്നു. വിവാദം കത്തിയതോടെ DCC നേതൃത്വം ഇടപെട്ട് പ്രക്ഷോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ധാർമ്മിക
പ്രായോഗികതയുണ്ടെങ്കിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നും എന്നാൽ ഈ സംഭവം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുമായിരുന്നു രമേശ് പിഷാരടി പ്രതികരിച്ചത്. എന്തായാലും സംഭവം കത്തിക്കയറിയിരുന്നു. ഈ വിഷയത്തിലാണ് ഷാഫി പറമ്പിലിന്റെ നിർണായകമായ മറുപടി പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.